السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ഏറെ സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ചെരുപ്പിൻ്റെ വാറ് നമ്മളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സംഗതിയാണ്. നമ്മുടെ ശരീരത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നു അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വളരെ ശ്രദ്ധേയമായ ഒരു ഹദീസുണ്ട്. അൽ ജന്നത്തു അഖ്റബു ഇലാ അഹദിക്കും മിൻ ശിറാക്കി നഅലിഹി. ഒരാളുടെ ചെരുപ്പിൻ്റെ വാറിനേക്കാളും സ്വർഗം അവനോട് അടുത്താണെന്നാണ് പറഞ്ഞത്. ചെരുപ്പിൻ്റെ വാറ് എത്രത്തോളം അടുത്താണോ അതിനേക്കാളും അടുത്താണ് സ്വർഗമുള്ളത്. ആ ഹദീസ് അവിടെ അവസാനിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത വാചകം വന്നാറു മിസ്ലു ദാലിക്, നരകവും അതുപോലെ തന്നെയാണ്. എന്താണ് ആ പറഞ്ഞതിൻ്റെ ആശയം? ചെറിയൊരു വാക്ക് മതി നമുക്ക് സ്വർഗം കിട്ടാൻ. അള്ളാഹുവിന് ഇഷ്ടമുള്ള ഒരു ചെറിയ കർമ്മം മതി നമ്മൾ സ്വർഗത്തിലെത്താൻ. അതുപോലെ തന്നെയാണ് നരകത്തിൻ്റെ കാര്യവും. നമ്മൾ പറയുന്ന ഒരു വാക്കായിരിക്കും ചിലപ്പോൾ നമ്മളെ നരകത്തിലെത്തിക്കുക. അത് പച്ച കുഫ്റായിരിക്കും. ആ വാക്കിൻ്റെ ഗൗരവം നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത, അള്ളാഹുവിന് കോപമുള്ള ഒരു പണി, ഹറാമായൊരു പ്രവൃത്തി മതിയാകും നരകത്തിലെത്താൻ. അപ്പം നരകവും സ്വർഗവും നമ്മുടെ തൊട്ടടുത്തുണ്ട്. നരകം വേണോ സ്വർഗം വേണോ എന്നത് നമ്മൾ ആലോചിക്കുക. ആഖിറത്ത് നഷ്ടപ്പെട്ടാൽ അതാണ് ഏറ്റവും വലിയ നഷ്ടം. സ്വർഗം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ നഷ്ടം വേറെ എന്താ ഉള്ളത്? ഫമൻ സുഹ്സിഹ അനിന്നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ആര് നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്തുവോ അവനാണ് വിജയിച്ചവൻ. അതാണ് ശരിക്കുള്ള വിജയം. ആ വിജയത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായിക്കൊണ്ട് പണിയെടുക്കേണ്ടത്. എപ്പോഴും അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുക, സ്വർഗം ചോദിക്കുക. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഒരു മനുഷ്യൻ അയാൾ 3 തവണ സ്വർഗം ചോദിച്ചാൽ, ആത്മാർത്ഥമായിക്കൊണ്ട് അള്ളാഹുവിനോട് 3 തവണ സ്വർഗം ചോദിച്ചാൽ, സ്വർഗം അള്ളാഹുവിനോട് പറയുന്നതാണ് അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന, അള്ളാഹു ആ മനുഷ്യനെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ. ഒരാൾ 3 തവണ നരകത്തിൽ നിന്ന് അഭയം ചോദിച്ചാൽ, അള്ളാഹുവിനോട് രക്ഷ ചോദിച്ചാൽ, നരകം പറയുന്നതാണ് അല്ലാഹുമ്മ അജിർഹു മിനന്നാർ, അള്ളാഹുവെ നരകത്തിൽ നിന്ന് ആ മനുഷ്യനെ നീ രക്ഷപ്പെടുത്തണമേ. ആത്മാർത്ഥമായിക്കൊണ്ട് സ്വർഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും പണിയെടുക്കുവാനും
നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. അള്ളാഹു സ്വർഗത്തിൻ്റെ ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഫിഖ് പഠനത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ള ദിവസമാണ്. അൽഹംദുലില്ലാ, നമ്മുടെ ഒന്നാമത്തെ ക്ലാസ് 2 ആഴ്ച മുമ്പ് നമ്മൾ പൂർത്തിയാക്കി. അദ്ദുറൂസുൽ മുഹിമ്മ ലിആമത്തിൽ ഉമ്മ. ആരുടെ കിതാബാണ്? ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹു തആലയുടെ ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തെയും ഗ്രന്ഥകാരനെയൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ടു. തജ്ഹീസുൽ മയ്യിത്ത്, മയ്യിത്തുമായി ബന്ധപ്പെട്ട സംഗതികൾ. വസ്സലാത്തു അലൈഹി, ആ മയ്യിത്തിന് വേണ്ടി നിസ്കരിക്കുക. വദഫ്നുഹു, ആ മയ്യിത്തിനെ മറമാടുക. ഇതാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പാഠത്തിലുള്ളത്. ആമുഖമെന്ന നിലക്ക് ചില സംഗതികളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചു. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആദ്യം അയാൾക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു. മരണാസന്നനായ ഒരാളുടെ അടുത്ത് ഹാജറുള്ളവർ അവർക്ക് തൽക്കീൻ ചൊല്ലി കൊടുക്കണം. ആ തൽക്കീൻ ചൊല്ലി കൊടുക്കുന്നതിൻ്റെ രൂപം നമ്മൾ പറഞ്ഞു. മരണം ഉറപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ കണ്ണുകൾ അടച്ചു കൊടുക്കണം. കാരണം ഒരാളുടെ റൂഹിനെ പിടിച്ചു കഴിഞ്ഞാൽ ആ റൂഹ് അത് മലക്കുകൾ കൊണ്ടുപോകുമ്പോൾ ആ മനുഷ്യൻ്റെ കണ്ണ് ആ റൂഹിനെ പിന്തുടരും എന്നൊക്കെ നബി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ താടി കൂട്ടിക്കെട്ടുക. പിന്നെ മയ്യിത്ത് കുളിപ്പിക്കുന്നതിൻ്റെ വിധിയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ ഇൻഷാ അള്ളാഹ് നമുക്ക് പഠിക്കാനുള്ളത് മയ്യിത്ത് കുളിപ്പിക്കുന്നതിൻ്റെ രൂപമാണ്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹു തആല പറയാണ്, റാബിഅൻ, മയ്യിത്തിന് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട 4-മത്തൊരു സംഗതി, അല്ലെങ്കിൽ നമ്മുടെ പാഠത്തിലെ 4-മത്തൊരു ഭാഗം, സിഫത്തു ഗസ്ലിൽ മയ്യിത്തി. എന്താ സിഫത്ത് എന്ന് പറഞ്ഞാൽ? രൂപം, അല്ലേ? സിഫത്തു സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൻ്റെ രൂപം, അല്ലേ? നിസ്കാരത്തിൻ്റെ രൂപം. സിഫത്തിന് പല അർത്ഥങ്ങളുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ സിഫത്ത് എന്ന് പറഞ്ഞാൽ വിശേഷണം എന്ന നിലക്ക് പറയാറുണ്ട്. അപ്പോൾ സിഫത്തു ഗസ്ലിൽ മയ്യിത്തി, മയ്യിത്ത് കുളിപ്പിക്കുന്നതിൻ്റെ രൂപം, അതാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഷെയ്ഖ് പറയാണ്, അൻ തുസ്തറ ഔറത്തുഹു. ആദ്യം ചെയ്യേണ്ടത്, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾ കുളിപ്പിക്കുന്നതിന് മുമ്പ് അയാളുടെ ഔറത്ത് മറക്കണം. ഔറത്ത് കാണാത്ത വിധം മറക്കണം. മരിച്ചു കഴിഞ്ഞു, പിന്നെ അയാൾക്ക് ഔറത്തൊന്നും ബാധകമല്ല. പിന്നെ അയാളുടെ ശരീരത്തിലെ ഏതു ഭാഗം ആര് കണ്ടാലും പ്രശ്നമില്ല. അങ്ങനെയല്ല. അയാൾ മരിച്ചു കഴിഞ്ഞാലും അയാളുടെ ഔറത്ത് വേറൊരാൾ കാണാൻ പാടില്ല, വേറൊരാൾ സ്പർശിക്കാൻ പാടില്ല. അപ്പോൾ ഔറത്ത് മറച്ചു കൊടുക്കുക എന്നത് നിർബന്ധമായ സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യൻദുറു റജുലു ഇലാ ഔറത്തി റജുലി വലൽ മർഅതു ഇലാ ഔറത്തിൽ മർഅ. ഒരു പുരുഷൻ മറ്റൊരു പുരുഷന്റെ ഔറത്തിലേക്ക് നോക്കാൻ പാടില്ല. ഈ ഔറത്ത് എന്ന് പറഞ്ഞാൽ ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്കിടയിൽ മാത്രമല്ല. ആണുങ്ങൾക്കിടയിൽ ഔറത്തുണ്ട്, പെണ്ണുങ്ങൾക്കിടയിൽ ഔറത്തുണ്ട്. ഒരു പുരുഷന്റെ ഔറത്ത് വേറൊരു പുരുഷൻ കാണാൻ പാടില്ല, നോക്കാൻ പാടില്ല. ഒരു പെണ്ണിന്റെ ഔറത്ത് വേറൊരു പെണ്ണും നോക്കാൻ പാടില്ല. അപ്പൊ ഇത് ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രം ബാധകമായൊരു സംഗതിയല്ല. മയ്യിത്തിന്റെ ഔറത്തിനും ഇതേ വിധി ബാധകമാണ്. അപ്പൊ ഔറത്ത് മറക്കുക എന്നത് നിർബന്ധമായ സംഗതിയാണ്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾ ധരിച്ച അതേ വസ്ത്രത്തിലല്ല അയാൾ കുളിപ്പിക്കേണ്ടത്. അയാൾ ധരിച്ച വസ്ത്രം എന്ത് ചെയ്യണം? അഴിച്ചു മാറ്റിയിട്ടാണ് കുളിപ്പിക്കേണ്ടത്. അങ്ങനെ വസ്ത്രം അഴിച്ചു മാറ്റുമ്പോൾ ഒരു നീളത്തിലുള്ള തുണിയോ അല്ലെങ്കിൽ ഒരു തോർത്തൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യണം? അയാളുടെ ഔറത്ത് മറക്കണം എന്നുള്ളതാണ്. ആ ധരിച്ച വസ്ത്രം ഊരി മാറ്റിയാലാണ് അയാളെ ശരിക്ക് കുളിപ്പിക്കാൻ കഴിയുക, പരിപൂർണമായ നിലക്ക് കുളിപ്പിക്കാൻ കഴിയുക, ശരിക്ക് ശുദ്ധിയാക്കാനൊക്കെ പറ്റുക. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ച സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്ത് കുളിപ്പിക്കുന്നത് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്, അതുപോലെ തന്നെ ഫളൽ ബിൻ അബ്ബാസ്, അലി ബിൻ അബി താലിബ്, ഇവരൊക്കെ കൂടി ചേർന്നിട്ടാണ്. അപ്പോൾ അവർക്ക് സംശയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ നിന്ന് ബാക്കിയുള്ളവരുടെ ശരീരത്തിൽ നിന്ന് വസ്ത്രം അഴിച്ച് മാറ്റുന്നത് പോലെ വസ്ത്രം അഴിച്ചു മാറ്റാൻ പറ്റുമോ? വസ്ത്രം ഊരി മാറ്റിയിട്ടാണോ നബിയെ കുളിപ്പിക്കേണ്ടത്, അതല്ല വസ്ത്രം ഊരി മാറ്റാതെയാണോ നബിയെ കുളിപ്പിക്കേണ്ടത്? കൺഫ്യൂഷനായി.
അവർ കുറച്ചേരം കാത്തു നിന്നാൻ. ഹദീസിൽ കാണാം, സ്വഹാബിമാർക്ക് ഒരു തരത്തിലുള്ള മയക്കം വന്നു. ആ മയക്കത്തിനിടയിൽ ആരോ വിളിച്ചു പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റാതെ നിങ്ങൾ നബിയെ കുളിപ്പിക്കുക. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ നിന്ന് വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റാതെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്ത് സ്വഹാബിമാർ കുളിപ്പിച്ചത്. എന്നാൽ ബാക്കിയുള്ളവരുടെ മയ്യത്ത് അങ്ങനെയല്ല. അവരുടെ ധരിച്ച വസ്ത്രം അഴിച്ചു മാറ്റി. ഇപ്പോൾ ചിലപ്പോൾ ജീൻസ് പാൻറ്റും കുപ്പായൊക്കെ ഇട്ടിട്ടായിരിക്കും അയാളുടെ അവസാന സമയം, അയാൾ അങ്ങനെ ആയിരിക്കും മരിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ കുളിപ്പിക്കാൻ കഴിയൂല. കുളിപ്പിച്ചാൽ അത് നല്ല നിലക്ക് എന്താവില്ല, വൃത്തിയാക്കാനും ശുദ്ധിയാക്കാനൊന്നും പറ്റൂല. അപ്പോൾ അതിന് പറ്റിയ നിലക്ക് എന്ത് ചെയ്യുക, ആ ധരിച്ച വസ്ത്രം അഴിച്ചു മാറ്റുക, എന്നിട്ട് കുളിപ്പിക്കുക എന്നുള്ളതാണ്. സ്വഹാബിമാരൊക്കെ അങ്ങനെ വസ്ത്രം അഴിച്ചു മാറ്റിയിട്ടാണ് മയ്യത്ത് കുളിപ്പിച്ചിരുന്നത്. ശേഷം ഷെയ്ഖ് പറയാണ്, സുമ്മ യുർഫഉ ഖലീലൻ, പിന്നെ മയ്യത്തിനെ ഒന്ന് ഉയർത്തുക, മയ്യത്തിനെ ഒന്ന് താങ്ങി നിർത്തുക. വയുഅ്സറു ബത്നുഹു അസ്റൻ റഫീഖൻ, എന്നിട്ട് മൃദുവായിട്ട് മയ്യത്തിൻ്റെ വയറ്റത്ത് തടവുക. ആ മയ്യത്തിൻ്റെ വയറ്റിൽ എന്തെങ്കിലും വേസ്റ്റോ മാലിന്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് വരാനാണ് അങ്ങനെ തടവുന്നത്. അതൊന്നാകണ്ട് പിടിച്ചമർത്തി ആകെ ഇടങ്ങറാക്കല്ല. മരിച്ചു കഴിഞ്ഞു പിന്നെ ഇനി എങ്ങനെ ആകാം, അങ്ങോട്ട് മറിച്ചിടുക അങ്ങോട്ട് മറിച്ചിടുക, അത് പറ്റൂല. മയ്യത്തിനോട് എന്ത് വേണം, ആദരവ് കാണിക്കണം, മയ്യത്തിനെ ബഹുമാനിക്കണം. ജീവനുള്ള ഒരാളെ എങ്ങനെയാണോ പരിപാലിക്കുന്നത്, എങ്ങനെയാണോ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് മയ്യത്തിൻ്റെ കാര്യത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ثم يلف الغاسل على يده خرقة أو نحوها فينجيه بها, പിന്നെ ഈ കുളിപ്പിക്കുന്ന ആള് കയ്യിൽ എന്ത് ചെയ്യുക, ഒരു തുണിയോ മറ്റോ ചുറ്റുക. എന്നിട്ട് ഈ പുറത്തേക്ക് വന്ന മാലിന്യവും കാര്യങ്ങളൊക്കെ ശുദ്ധിയാക്കുക, മയ്യത്തിൻ്റെ സ്വകാര്യ ഭാഗങ്ങൾ വൃത്തിയാക്കി കൊടുക്കുക. ഇന്നിപ്പോൾ ഗ്ലൗവും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്ലീനാക്കാം. കയ്യിൽ ഒന്നുമില്ലാതെ എന്ത് ചെയ്യാൻ പറ്റൂല, മയ്യത്തിൻ്റെ സ്വകാര്യ ഭാഗങ്ങൾ ക്ലീനാക്കാൻ പറ്റൂല. ഔറത്ത് കാണാൻ പാടില്ല എന്നതുപോലെ തന്നെ ഔറത്ത് സ്പർശിക്കാനും പാടില്ല. നമ്മുടെ നഗ്നമായ കൈ കൊണ്ട് വേറൊരാളുടെ ഔറത്ത് എന്ത് ചെയ്യാൻ പറ്റൂല, സ്പർശിക്കാൻ പറ്റൂല. അപ്പം മയ്യത്തിൻ്റെ ഔറത്തും അതുപോലെ സ്പർശിക്കാൻ പറ്റൂല. ശേഷം അങ്ങനെ വയറൊക്കെ തടവി മാലിന്യങ്ങളൊക്കെ പുറത്തു വന്നു. മാലിന്യമൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തു. മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ അതിന് അനുയോജ്യമായൊരു കട്ടിലാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പം അതിനുള്ള സംവിധാനങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ മാലിന്യം ക്ലീൻ ചെയ്യുക, അതുപോലെ തന്നെ മയ്യത്തിൻ്റെ സ്വകാര്യ ഭാഗങ്ങളും വൃത്തിയാക്കി കൊടുക്കുക. സുമ്മ യുവദ്ദിഉഹു വുദു അസ്സലാത്ത്, പിന്നെ എങ്ങനെയാണോ നിസ്കാരത്തിന് വേണ്ടി വുദു എടുക്കുന്നത് അങ്ങനെ മയ്യത്തിന് എന്ത് ചെയ്യുക, വുദു ചെയ്തു കൊടുക്കുക എന്നതാണ്. ഉമ്മു അത്തിയ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പുത്രി സൈനബ് റളിയല്ലാഹു അൻഹു മരിച്ച സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമ്മു അത്തിയ റളിയല്ലാഹു അൻഹയും സ്വഹാബി വനിതകളുമാണ് മയ്യത്ത് കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇബ്ദഅന ബിമയാമിനിഹാ വമവാദിഇൽ വുദൂഇ മിൻഹാ, അവരുടെ വലതുഭാഗത്ത് നിന്ന് നിങ്ങൾ തുടങ്ങുക, വലതുകൊണ്ട് നിങ്ങൾ ആരംഭിക്കുക. വമവാദിഇൽ വുദൂഇ മിൻഹാ, വുദൂഇൻ്റെ അവയവങ്ങൾ കൊണ്ട് നിങ്ങൾ ആരംഭിക്കുകയും ചെയ്യുക എന്നാണ്. അപ്പോൾ നിസ്കാരത്തിന് വേണ്ടി എങ്ങനെയാണോ വുദൂ ചെയ്യുന്നത് അതുപോലെയാണ് എന്ത് ചെയ്യേണ്ടത്, വുദൂ ചെയ്തു കൊടുക്കേണ്ടത്. എന്നാൽ മയ്യത്താണ്, വായിലേക്ക് വെള്ളം കൊടുത്താൽ മയ്യത്ത് പുറത്തേക്ക് തുപ്പൂലല്ലോ. അപ്പോൾ വായിലേക്ക് വെള്ളം കൊടുക്കേണ്ടതില്ല. അതുപോലെ തന്നെ മൂക്കിലേക്ക് വെള്ളം കയറ്റിയിട്ട് ചീറ്റേണ്ടതും ഇല്ല. അത് രണ്ടും മയ്യത്തിന് കഴിയാത്തൊരു സംഗതിയാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുക, നമ്മൾ കയ്യിൽ എന്തെങ്കിലും വിരലിൽ എന്തെങ്കിലും ഒക്കെ ചുറ്റിയിട്ട് മയ്യത്തിൻ്റെ വായ ക്ലീൻ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ മൂക്കിലും നമ്മുടെ കയ്യിൽ എന്തെങ്കിലും തുണിയോ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. മയ്യത്തിൻ്റെ മൂക്കിലേക്കോ അതുപോലെ തന്നെ വായിലേക്കൊന്നും വെള്ളം കയറ്റണ്ട. വെള്ളം കയറ്റിയാൽ അത് ഉള്ളിലേക്ക് ഇറങ്ങിപ്പോവും ചിലപ്പോൾ, അല്ലെങ്കിൽ പിന്നെ പുറത്തേക്ക് എന്തായാലും തുപ്പാനും കഴിയൂല. ഇനി ചെറിയ നിലക്ക് വെള്ളം കയറ്റിയിട്ട് പിന്നെ മയ്യത്തിൻ്റെ തല ഒന്ന് ചെരിച്ചിട്ട് പുറത്തേക്ക് കളയാൻ പറ്റുമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, നമ്മുടെ കയ്യിൽ ഒരു തുണിയൊക്കെ ചുറ്റിയിട്ട് മയ്യത്തിൻ്റെ വായയും അതുപോലെ തന്നെ മൂക്കൊക്കെ ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി എന്നുള്ളതാണ്.
അപ്പൊ ഇങ്ങനെ വുളു ചെയ്തുകൊണ്ട് മയ്യത്തിനെ കുളിപ്പിക്കുക എന്ന കർമ്മം ആരംഭിക്കുക എന്നത് സുന്നത്താണ്. ഇപ്പൊ ജീവനുള്ള ഒരാൾ, ജീവിച്ചിരിക്കുന്ന ഒരാൾ കുളിക്കുമ്പോൾ ആ കുളിക്കുന്നതിന് മുമ്പ് വുളു ചെയ്യാന്നുള്ളത് എന്താണ്? സുന്നത്താണ്. അതുപോലെ തന്നെ മരിച്ചു കഴിഞ്ഞാലും കുളിപ്പിച്ചു കൊടുക്കുമ്പോൾ അതിന്റെ മുമ്പ് വുളു ചെയ്തു കൊടുക്കുക എന്നത് സുന്നത്താണ്. ശേഷം ഷെയ്ഖ് പറയാണ്, ثم يغسل رأسه ولحيته بماء وصدر أو نحوه. ശേഷം മയ്യത്തിന്റെ തല കഴുകി കൊടുക്കലാണ്. അപ്പോൾ നമ്മൾ മയ്യത്തിന് പൂർണ്ണമായിട്ടും വുളു ചെയ്തു കൊടുത്തു. മയ്യത്തിന്റെ വലത് കൈ ആദ്യം കഴുകി, പിന്നെ ഇടത് കൈ കഴുകി, പിന്നെ തല തടവി കൊടുത്തു, മുഖം കഴുകി കൊടുത്തു, അതുപോലെ തന്നെ വലത് കാല് കഴുകി, പിന്നെ ഇടത് കാല് കഴുകി, അങ്ങനെ വുളു പൂർത്തിയാക്കി. ശേഷം മയ്യത്തിന്റെ തല കഴുകി കൊടുക്കുകയാണ് വേണ്ടത്. തലയും താടിയും കഴുകുക എന്നതാണ്. ബിമാഇൻ വസിദിരിൻ, വെള്ളം കൊണ്ടും അതുപോലെ തന്നെ താളി കൊണ്ടും, അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ കൊണ്ട്. ഇന്നിപ്പോൾ താളിയില്ലെങ്കിലും സോപ്പ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, അങ്ങനെ തലയും താടിയും ക്ലീൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇഹ്റാമിൽ വെച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹജ്ജ് ചെയ്തിരുന്ന ഒരു സ്വഹാബി, ആ സ്വഹാബി മരിച്ചു. അപ്പോൾ മരിച്ച സമയത്ത് ഇഹ്റാമിലായിരിക്കുകയാണ് അയാൾ മരിച്ചത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഗ്സിലൂഹു ബിമാഇൻ വസിദിരിൻ, വെള്ളം കൊണ്ടും താളി കൊണ്ടും നിങ്ങൾ ആ മനുഷ്യനെ കുളിപ്പിക്കുക. വഅൽബിസൂഹു തൗബൈഹി വലാ തുഖമ്മിറു റഅസഹു ഫഇന്നഹു യഅതി യൗമൽ ഖിയാമ യുലബ്ബി. എന്നിട്ട് അയാളുടെ വസ്ത്രം നിങ്ങൾ ധരിപ്പിക്കുക, അയാളുടെ തല നിങ്ങൾ മൂടാൻ പാടില്ല. ഇഹ്റാമിലായിരിക്കെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾ പുരുഷനാണെങ്കിൽ അയാളുടെ തല മറക്കാതെയാണ്, തല മൂടാതെയാണ് അയാളെ മറമാടേണ്ടത്. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നഹു യഅതി യൗമൽ ഖിയാമ യുലബ്ബി, നാളെ തൽബിയത്ത് ചൊല്ലുന്നവനായിക്കൊണ്ടാണ് ആ മനുഷ്യനെ അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്നാണ്. ഒരാൾ ഹജ്ജിനിടയിൽ ഇഹ്റാമിലായിരിക്കുകയാണ് മരിച്ചത് എങ്കിൽ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന് തൽബിയത്ത് ചൊല്ലിക്കൊണ്ടാണ് ആ മനുഷ്യൻ നാളെ ആഖിറത്തിൽ ഉയർത്തെഴുന്നേറ്റ് വരിക. ഒരു ഷഹീദായ മനുഷ്യൻ എങ്ങനെയാണ് ഉയർത്തെഴുന്നേറ്റ് വരിക എന്ന് നമ്മൾ പറഞ്ഞല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ. അയാൾക്ക് എന്തൊക്കെ പരിക്കുകളുണ്ടോ, ശരീരത്തിൽ മുറിവുകളുണ്ടോ, വെട്ടും കുത്തും ഒക്കെ, എങ്ങനെയാണോ അയാളുടെ ശരീരം അതുപോലെയാണ് ആ മനുഷ്യൻ ആഖിറത്തിൽ എഴുന്നേറ്റ് വരിക. അത് ഷഹീദായ ഒരു മനുഷ്യന് അള്ളാഹു കൊടുക്കുന്ന ആദരവാൻ, അള്ളാഹു കൊടുക്കുന്ന ബഹുമാനാൻ. ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരും അവിടെ നിൽക്കുമ്പോൾ ആ മനുഷ്യൻ വരും, ഞങ്ങളുടെ കാത്, ഞങ്ങളുടെ കൈ, ഞങ്ങളുടെ മൂക്ക്, ഇതൊക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നഷ്ടപ്പെട്ടതാണ്, ജിഹാദിന് ഇറങ്ങിയപ്പോൾ ഇല്ലാതായതാണ്. അത് അവർക്ക് കൊടുക്കുന്ന ഒരു ആദരവാണ്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരും നിൽക്കുമ്പോൾ അവരാ രൂപത്തിൽ ഉയർത്തെഴുന്നേറ്റ് വരിക എന്നത്. അപ്പോൾ ഇഹ്റാമിലായിരിക്കും ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അയാളെയും തൽബിയത്ത് ചൊല്ലുന്നവനായ നിലക്കാണ് അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതിനുള്ള തെളിവ്, ആദ്യം വുളു കൊണ്ട് തുടങ്ങണം, അത് വലതുഭാഗം കൊണ്ട് തുടങ്ങണം എന്നതിനുള്ള തെളിവ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ സൈനബ് റളിയല്ലാഹു അൻഹ മരിച്ചപ്പോൾ ആ സൈനബ് റളിയല്ലാഹു അൻഹയുടെ മയ്യത്ത് കുളിപ്പിക്കുന്ന സ്ത്രീകളോട്, സ്വഹാബി വനിതകളോട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ് ഇബ്ദഅന ബിമയാമിനിഹാ വമവാദിഇൽ വുളൂഇ മിൻഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന സമയത്ത് എത്ര മക്കൾ മരിച്ചിട്ടുണ്ട്? 6 മക്കൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ മരിച്ചവരാണ്. നബിക്ക് എത്ര മക്കളുണ്ടായിരുന്നു? 7 മക്കളാണ്. ആ 7 മക്കളിൽ 6 മക്കളുടെയും വേർപാട് കൺമുമ്പിൽ കണ്ടൊരു വാപ്പയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 6 മക്കളുടെ മരണത്തിന്റെ സമയത്തും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തൊരു വാക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൽ നിന്ന് വന്നിട്ടില്ല. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ളവരാണ്, അള്ളാഹുവിലേക്ക് തന്നെ മടങ്ങുന്നവരാണ്. ആ ഇസ്തിർജാ ചൊല്ലുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഇവിടെ പരീക്ഷണങ്ങൾ ഉണ്ടാകും, ദുഃഖങ്ങൾ ഉണ്ടാകും, നഷ്ടങ്ങൾ ഉണ്ടാകും, പ്രിയപ്പെട്ടവരുടെ മരണം നമ്മൾ കാണേണ്ടി വരും. അവിടെ ക്ഷമിക്കുന്നവർക്ക് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുക. വബശ്ശിരി സാബിരീൻ, അള്ളാഹുവിൻ്റെ റസൂലെ ക്ഷമിക്കുന്നവർക്ക് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുക. ആരാണ് ക്ഷമിക്കുന്നവർ? അല്ലദീന ഇദാ അസാബത്ഹും മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവർക്ക് എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിച്ചാൽ അവർ പറയും ഇന്നാ ലില്ലാഹ്, ഞങ്ങൾ അള്ളാഹുവിനുള്ളവരാണ്, വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അവങ്കലിലേക്ക് തന്നെ തിരിച്ചു പോകുന്നവരാൻ. ആ വാക്കാണ് നമ്മൾ പറയേണ്ടത്.
ആ ക്ഷമക്ക് അതിന് അള്ളാഹു തരുന്ന പ്രതിഫലം ചെറുതൊന്നുമല്ല. ഇപ്പൊ മലക്കുകൾ ചെറിയ കുട്ടികളെ പിടിച്ചിട്ട് എന്ത് ചെയ്യും? ആകാശത്തേക്ക് വരും. ചെറിയ കുട്ടികളുടെ റൂഹിനെ പിടിച്ചിട്ട് മലക്കുകൾ അള്ളാഹുവിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ അള്ളാഹു ചോദിക്കും, കബലത്തും വലദത്ത അബ്ദി, നിങ്ങൾ എൻ്റെ അടിമയുടെ മകനെ പിടിച്ചു അല്ലേ, മകളെ പിടിച്ചു അല്ലേ? മലക്കുകൾ പറയും നഅം. കബലത്തും സമറത ഫുആദിഹി, എൻ്റെ അടിമയുടെ കരളിന്റെ കഷ്ണത്തെയാണ് നിങ്ങൾ പിടിച്ചു കൊണ്ടുവന്നിട്ടുള്ളത് അല്ലേ? അതെ. അപ്പൊ അള്ളാഹുവിന്റെ ചോദ്യമാണ്, മാദാ ഖാല അബ്ദി, അവന്റെ ആ ചെറിയ പിഞ്ചോമനയെ നിങ്ങൾ തിരിച്ചെടുത്തപ്പോൾ എന്താണ് ആ മനുഷ്യൻ പറഞ്ഞത്? അയാൾ എങ്ങനെയാണ് പ്രതികരിച്ചത്? അയാളുടെ മറുപടി എന്തായിരുന്നു? അപ്പൊ മലക്കുകൾ പറയും, ഹമിദക വസ്തർജ, അള്ളാഹുയെ, ആ മനുഷ്യൻ നിന്നെ സ്തുതിച്ചിരിക്കുന്നു, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിരിക്കുന്നു. വസ്തർജ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന മനുഷ്യൻ പറഞ്ഞിരിക്കുന്നു ഞാൻ. അപ്പൊ അള്ളാഹു മലക്കുകളോട് പറയാണ്, ഉബ്നു ലിഅബ്ദി ബൈതൻ ഫിൽ ജന്ന വസമ്മൂഹു ബിബൈത്തിൽ ഹംദ്, നിങ്ങൾ എൻ്റെ അടിമക്ക് സ്വർഗത്തിൽ ഒരു വീട് പണിതു കൊടുക്കുക, ആ വീടിന് നിങ്ങൾ ബൈത്തുൽ ഹംദ് എന്ന് പേര് വിളിക്കുക എന്നുള്ളതാണ്. അത് ക്ഷമക്ക് അള്ളാഹു കൊടുക്കുന്ന സമ്മാനമാണ്, ക്ഷമക്ക് അള്ളാഹു കൊടുക്കുന്ന കൂലിയാൻ. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു സംഗതി, ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും നടക്കരുത് എന്ന് വിചാരിച്ച സംഗതികളായിരിക്കും നടക്കുക. പക്ഷെ അതിൽ നമുക്ക് വലിയൊരു ഖൈറ് അള്ളാഹു കണ്ടിട്ടുണ്ടാകും. ഇപ്പൊ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, അവരുടെ ഭർത്താവ് അബൂ സലമ മരിച്ച സമയത്ത് വല്ലാത്ത ദുഃഖമുണ്ടായി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തൊരു സംഗതിയാണ്, മാ മിൻ അബ്ദിൻ തുസീബുഹു മുസീബത്തുൻ ഫയഖൂലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അല്ലാഹുമ്മ അജുർനി ഫീ മുസീബതി വ അഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ. ഒരാൾക്ക് എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിച്ചു, ഒരു നഷ്ടം ജീവിതത്തിൽ ഉണ്ടായി, അയാൾ പറഞ്ഞു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുവേ, ഈ മുസീബത്തിൽ നീ എനിക്ക് പ്രതിഫലം നൽകണമേ, ഇതിനേക്കാളും നല്ലത് നീ എനിക്ക് പകരം തരണമേ എന്നൊരാൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് അള്ളാഹു കൊടുത്തിരിക്കുന്നതാണ്. അയാൾ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു നഷ്ടം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ആ സമയത്ത് അയാൾ ആത്മാർത്ഥമായിക്കൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട് എങ്കിൽ അതിനേക്കാളും നല്ലത് അള്ളാഹു കൊടുക്കുന്നതാണ്. അപ്പൊ അബൂ സലമ റളിയല്ലാഹു അൻഹു മരിച്ച സമയത്ത് ഉമ്മു സലമ ആലോചിക്കണം, നബി ഇത് പറഞ്ഞപ്പോൾ ഉമ്മു സലമ ആലോചിച്ചത്, അബൂ സലമയെക്കാളും നല്ലത് എനിക്ക് വേറെ ആരാണ്? അബൂ സലമയെക്കാളും എനിക്ക് നല്ലത് വേറെ ആരാണ്? അവന് ആദ്യം അവർക്കത് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ അവർ ഉറച്ച മനസ്സോടുകൂടി പ്രാർത്ഥിച്ചു, ഞാൻ അള്ളാഹു ഇതിനേക്കാളും നല്ലത് നീ എനിക്ക് തരണമേ. പിന്നെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കുന്ന ആരാണ്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ റളിയല്ലാഹു അൻഹു ഉമ്മു സലമയുടെ അരികിൽ വന്നിട്ട് വിവാഹം ആലോചിക്കുകയാണ്, നബിക്ക് നിങ്ങളെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്, എന്താണ് നിങ്ങളെ അഭിപ്രായം? ഉമ്മു സലമ പറഞ്ഞു, എനിക്കൊരു പെൺകുട്ടി ഉണ്ട്, വ അന ഗയൂർ, ഞാൻ വല്ലാതെ ദേഷ്യം പിടിക്കുന്ന ഒരു പെണ്ണാണ്, നല്ല ദേഷ്യമുള്ള ഒരു പെണ്ണാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ കുട്ടീൻ്റെ കാര്യങ്ങൾ ആലോചിച്ച് ബേജാറാവണ്ട, നിങ്ങളുടെ ദേഷ്യം അത് മാറാൻ അള്ളാഹുവിനോട് ഞാൻ പ്രാർത്ഥിക്കാനാണ്. അങ്ങനെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിക്കാൻ. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നമ്മുടെ ഉമ്മയായിട്ട് മാറുകയാണ്. അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വ അസ്വാജുഹു ഉമ്മഹാത്തുഹും, ഈമാനുള്ളവർക്ക് സ്വന്തം ശരീരത്തെക്കാളും വലുതാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിയുടെ ഭാര്യമാർ നമ്മുടെ ഉമ്മമാരാണ്. അപ്പൊ ഉമ്മു സലമയെ അള്ളാഹു മുഅ്മിനീങ്ങളുടെ ഉമ്മയായിട്ട് തിരഞ്ഞെടുക്കുകയാണ്. അപ്പൊ അവരുടെ ജീവിതത്തിൽ ഒരു നഷ്ടം ഉണ്ടാകുമ്പോൾ അതിനേക്കാളും നല്ലത് അള്ളാഹു വേറെ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നടക്കരുതെന്ന് വിചാരിച്ച സംഗതി നടന്നിട്ടുണ്ടാകും, ആ നടന്നതിലായിരിക്കും നമുക്ക് ഖൈറുണ്ടാവുക. നിങ്ങൾ ആലോചിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ്മ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് അറബികളുടെ ഒരു രീതിയാണ് പാലൂട്ടാനൊക്കെ വേണ്ടിയിട്ട് വേറെ ഗ്രാമങ്ങളിലേക്ക് അയക്കും. അത് കുട്ടികൾക്ക് നല്ലൊരു വളർച്ചയും ആരോഗ്യവും അതുപോലെ തന്നെ അവരുടെ ഭാഷ ഒക്കെ നന്നാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ്മ ഈ മുലകുടി പ്രായത്തിലുള്ള സമയത്ത് തായിഫിൽ നിന്നൊരു സംഘം വരികയാണ്, ഹലീമ ബീവി അടക്കം ആ സംഘത്തിലുണ്ട്. അങ്ങനെ അവർ വന്നു. ഇവരുടെ ഒരു രീതി എന്താ വെച്ചാൽ, മക്കയിൽ വരും, എന്നിട്ട് ചെറിയ കുട്ടികളൊക്കെ നോക്കും, പാല് കൊടുക്കാൻ പ്രായമുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരെ നോക്കും, എന്നിട്ട് അവരെയും കൊണ്ട് അവരുടെ നാട്ടിലേക്ക് പോകും. പിന്നെ 1 വർഷം 2 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് തിരിച്ചു കൊണ്ടുവരിക, മുലകുടി പ്രായം കഴിഞ്ഞിട്ടാണ് തിരിച്ചു കൊണ്ടുവരിക.
അങ്ങനെ ഹലീമ ബീവിയും സംഘവും മക്കയിലെത്തി. എല്ലാവർക്കും കുട്ടികളെ കിട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യതീമാണല്ലോ, വാപ്പല്ല. അപ്പോൾ വാപ്പ ഇല്ലാത്തൊരു കുട്ടിയെ സ്വീകരിക്കാൻ അവർക്കൊക്കെ ഭയങ്കര മടി. ഹലീമ ബീവിക്കും മടിയായിരുന്നു. ഹലീമ ബീവിയും സ്വീകരിക്കാൻ കൂട്ടാക്കിയില്ല. അങ്ങനെ അവസാനം എല്ലാവർക്കും കുട്ടികളെ കിട്ടി. എല്ലാവർക്കും മുലകുടി പ്രായത്തിലുള്ള കുട്ടികളെ കിട്ടി. ഹലീമ ബീവിക്ക് മാത്രം കുട്ടികളെ കിട്ടിയില്ല. അപ്പോൾ ഒരു കുട്ടിയില്ലാതെ തിരിച്ചു പോകാൻ ഹലീമ ബീവിക്കും സമ്മതമല്ല. അങ്ങനെ അവസാനം ഒരു നിവൃത്തിയില്ലാതെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹലീമ ബീവി സ്വീകരിക്കുന്നത്. പിന്നെ ഹലീമ ബീവിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എന്താണ്? പിന്നെ ഹലീമ ബീവിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് മക്കയിലേക്ക് വരുന്ന സമയത്ത് അവരൊരു ചാവാലിയായ ഒട്ടകപ്പുറത്താണ് വന്നത്. തിരിച്ച് ത്വായിഫിലേക്ക്, അവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ബാക്കിയുള്ള ഒട്ടകങ്ങളൊക്കെ പിറകിലാക്കിയിട്ട് ഹലീമ ബീവിയുടെ ഒട്ടകം മുന്നിൽ പോയി. ഹലീമ ബീവി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മടിയിൽ വെച്ച ആ സമയത്ത് തന്നെ ഹലീമ ബീവിയുടെ മാറൊക്കെ നിറഞ്ഞു, പാലൊക്കെ നിറഞ്ഞു. അവർ നാട്ടിലെത്തി. നാട്ടിൽ കുറച്ച് വരൾച്ചയും ക്ഷാമൊക്കെ ഉള്ള സമയമാണ്. അപ്പം അന്ന് ആടിന് ആവശ്യത്തിനുള്ള പുല്ലില്ല. ഹലീമ ബീവിൻ്റെ ആട് മാത്രം എല്ലാ ദിവസവും വയറ് നിറഞ്ഞിട്ട് തിരിച്ചു പോരും. ബാക്കിയുള്ളവരുടെ ആടൊക്കെ എന്നും ഈ ഒട്ടിയ വയറുമായിട്ടാണ് വീട്ടിലേക്ക് വരിക. അങ്ങനെ ആൾക്കാർ പറയും, നിങ്ങൾ ഹലീമൻ്റെ ആട് എവിടുന്നാണോ മേയുന്നത് അവിടെ കൊണ്ടുപോയിട്ട് നിങ്ങൾ ആടിനെ മേച്ചോളിന്നാണ്. ഇവരുടെ കുട്ടി എന്നും രാത്രി വിശന്നിട്ട് കരയുന്നാണ്. ആടിൻ്റെ അകിടൊക്കെ നിറഞ്ഞു നല്ല പാലൊക്കെ കിട്ടി. പിന്നെ ആ കുട്ടി കരയുന്നില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ബർക്കത്താണ്. പക്ഷെ ഹലീമ ബീവി എന്താ വിചാരിക്കുന്നത്? വേറൊരു കുട്ടി ഇല്ലാത്തതുകൊണ്ട്, നിവർത്തി ഇല്ലാത്തത് കൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹലീമ ബീവി സ്വീകരിച്ചത്. ആ സ്വീകരിച്ചതിൽ അള്ളാഹു നിശ്ചയിച്ച ആ വിധിയിൽ ഹലീമ ബീവിക്ക് വലിയൊരു ഖൈറുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളിൽ ഖൈറുണ്ട്. എൻ്റെ നന്മ എന്നെക്കാളും കൂടുതൽ അറിയുന്നവൻ അള്ളാഹു ആണ് എന്നൊരു തിരിച്ചറിവ് നമുക്ക് വേണം. നമ്മൾ അടുത്ത ആഴ്ചയായിരിക്കും വിദേശത്തേക്ക് പോകാനുള്ള ടിക്കറ്റും ഇതൊക്കെ റെഡിയാക്കിയിട്ടുണ്ടാവുക. പോകുന്നതിൻ്റെ തലേ ദിവസം ഒരു ചെറിയ ആക്സിഡൻറ്റ്, നമ്മുടെ കാലൊന്ന് ഒടിഞ്ഞു, നമ്മൾ കിടപ്പിലായി, പോകാൻ പറ്റിയില്ല. ആ പോകാൻ പറ്റാത്തതിൽ നിരാശയില്ല നമുക്ക് വേണ്ടത്. അള്ളാഹു തന്ന ആ വിധിയിൽ എനിക്ക് വലിയൊരു ഖൈർ അള്ളാഹു ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാകും. അതെന്താന്ന് എനിക്കറിയില്ല. മോന് ഓൻ്റെ കോഴ്സൊക്കെ കഴിഞ്ഞ് 3, 4, 5, 6 കൊല്ലമായി. ഓൻ എല്ലാ കമ്പനിയിലും ഇങ്ങനെ കയറി ഇറങ്ങുന്നുണ്ട്, ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നുണ്ട്. നമുക്ക് എവിടെ ഇതുവരെ ജോലിയൊന്നും ശരിയായിട്ടില്ല. ആ ജോലി ശരിയാകാതിരിക്കലായിരിക്കും ചിലപ്പോൾ എനിക്ക് ഖൈർ. കല്യാണം കഴിഞ്ഞു 10 കൊല്ലമായി, 15 കൊല്ലമായി, ഒരു കുട്ടി ഇതുവരെ ഉണ്ടായിട്ടില്ല. ആ കുട്ടി ഇല്ലാതിരിക്കലായിരിക്കും ഖൈർ. കുട്ടി ഉണ്ടായ ചിലപ്പോൾ ഷർറായിരിക്കും. അത് നമുക്കറിയില്ല. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. അത് അള്ളാഹുവിനറിയാം, നിങ്ങൾക്കറിയില്ല. അപ്പോൾ എന്തൊരു മുസീബത്ത് സംഭവിച്ചാലും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ചൊല്ലാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി ഒരു അമുസ്ലിമായ മനുഷ്യൻ മരിച്ചു. ഒരു അമുസ്ലിമായ മനുഷ്യൻ മരിച്ചാൽ ഇന്നാ ലില്ലാഹി ചൊല്ലാൻ പറ്റുമോ? ഇസ്തിർജാ ചൊല്ലാൻ പറ്റുമോ? പറ്റുന്നോ പറ്റൂലാന്നോ? പറ്റുന്ന അഭിപ്രായമുള്ളവർ. പറ്റൂല, ആയിക്കോട്ടെ, എന്തഭിപ്രായം പറയാലോ. പറ്റും, പ്രശ്നമൊന്നുമില്ല. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹു തആലയോട് ഈ ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇബ്നു ബാസ് റഹിമഹുല്ല പറയുന്നുണ്ട്, ചൊല്ലുന്നതിൽ എന്തില്ല, തടസ്സമൊന്നുമില്ല. അതൊരു മഗ്ഫിറത്തിന് ചോദിക്കലൊന്നും അല്ലല്ലോ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുമ്പോൾ ഒരു പാപമോചനം തേടലൊന്നും അല്ല. ഇന്നാ ലില്ലാഹ്, ഞങ്ങൾ അള്ളാഹുവിനുള്ളവരാണ്, അള്ളാഹുലേക്ക് തന്നെ മടങ്ങുന്നവരാണ്. ഒരു കാഫിറായ മനുഷ്യൻ മരിച്ചാലും അത് ചൊല്ലുന്നതിൽ എന്തില്ല, തകരാറൊന്നുമില്ല, അതിൽ തടസ്സമൊന്നുമില്ല. അപ്പോൾ ഒരു മുസ്ലിമായ മനുഷ്യന്റെ മരണവാർത്ത കേട്ടാലും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ചൊല്ലാവുന്നതാണ്. അമിതമായ ഒരു കരച്ചിലല്ല, ഈ അട്ടഹാസം, ആർപ്പുവിളി, അതൊന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ച് സഹോദരിമാരാണത് ശ്രദ്ധിക്കേണ്ടത്. അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയതാണ്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കരയാം, കരയുന്നതിൽ എന്തില്ല, വിലക്കൊന്നുമില്ല. ഒരാളുടെ കണ്ണിന്ന് കണ്ണീര് വന്നു, അത് പാടില്ലാത്ത സംഗതി ഒന്നുമല്ല. അപ്പം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ ഇബ്രാഹിം, ആ ഇബ്രാഹിം മരിച്ച സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുഃഖിച്ചല്ലോ. നബി പറയുന്നുണ്ട്, ലാ നഖൂലു ഇല്ലാ മാ യർദാ റബ്ബുനാ വ ഇന്നാ ബിഫിറാഖിക യാ ഇബ്രാഹിം ലമഹ്സൂനൂൻ. ഇബ്രാഹിം, നിന്റെ വേർപാട് ഞങ്ങൾക്ക് വല്ലാത്ത ദുഃഖമുണ്ട്, പക്ഷെ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒന്നും ഞങ്ങൾ പറയൂല.
അതാണ് നിലപാട്. ഇബ്രാഹിം എന്ന കുട്ടി അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏത് ഭാര്യയിൽ ഉണ്ടായതാണ്? മറിയത്തുൽ ഖിബ്തിയ, ആ അടിമസ്ത്രീയിലാണ്, രാജാവ് സമ്മാനമായി കൊടുത്ത അടിമസ്ത്രീയിലാണ് ഇബ്രാഹിം എന്ന കുട്ടി ഉണ്ടാകുന്നത് അല്ലെ. ഖദീജ ബീവിക്ക് പുറമെ നബിക്ക് ഒരു കുട്ടിയെ കൊടുത്ത ഒരേ ഒരാള് മറിയ റളിയല്ലാഹു അൻഹയാണ്. ബാക്കിയുള്ള 6 കുട്ടികളും ഖദീജ ബീവിയിലാണ് ഉണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടി മരിച്ച സമയത്ത് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു ഒഴുകാൻ. അപ്പൊ സഅദ് റളിയല്ലാഹു അൻഹു വലിയ അത്ഭുതം, നബി കരയേ. അപ്പൊ നബിനോട് ചോദിച്ചു, യാ റസൂൽ അല്ലാഹ്, നിങ്ങൾ എന്തിനാ കരയുന്നത്? നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? അപ്പൊ അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇത് അള്ളാഹുവിന്റെ അടിമകളുടെ ഹൃദയത്തിൽ അള്ളാഹു ഇട്ടുകൊടുക്കുന്ന കാരുണ്യമാണ്. അപ്പൊ കരയുന്നതിലല്ല തെറ്റ്, ആർത്തട്ടഹസിക്കലും ആർപ്പ് വിളിക്കലും ശബ്ദമുയർത്തി കരയിലൊക്കെയാണ് പ്രശ്നം. അത് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയ സംഗീതയാണ്, അത് ജാഹിലിയത്തിലെ ഏർപ്പാടാണ്. അപ്പൊ അത് പാടില്ല. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു മയ്യത്തിൻ്റെ തല കഴുകി കൊടുക്കുക, അതുപോലെ തന്നെ താടി കഴുകി കൊടുക്കുക. സുമ്മ യുഗസ്സലു ഷഖ്ഖുൽ ഐമൻ, പിന്നെ മയ്യത്തിൻ്റെ വലതുഭാഗം കഴുകി കൊടുക്കുക. സുമ്മൽ ഐസർ, പിന്നെ ഇടതുഭാഗം കഴുകി കൊടുക്കുക. അപ്പം മയ്യത്തിനെ കുളിപ്പിക്കുമ്പോൾ മയ്യത്തിൻ്റെ വലതുഭാഗത്ത് നമ്മൾ തുടങ്ങേണ്ടത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ 2 ഭാഗങ്ങളാക്കുക. ഇവിടെ മധ്യത്തിൽ നിന്ന് എടുത്താൽ ഇത് വലതുഭാഗം, ഇത് ഇടതുഭാഗം. അപ്പോൾ മയ്യത്തിനെ കുളിപ്പിക്കുമ്പോൾ ആദ്യം വലതുഭാഗം കഴുകുക, പിന്നെ നേരെ തിരിച്ചിട്ട് വലതുഭാഗത്ത് പുറം ഭാഗം കഴുകുക, പിന്നെ ഇടതുഭാഗം കഴുകുക, ഇടതുഭാഗം തിരിച്ച് പുറം ഭാഗത്തെ ഇടതുഭാഗവും കഴുകുക എന്നുള്ളതാണ്. അതാണ് സുന്നത്ത്. ഇബ്ദഅന ബിമയാമിനിഹ എന്ന് ഉമ്മു അത്തിയ റളിയല്ലാഹു അൻഹയുടെ ഹദീസിൽ പറഞ്ഞല്ലോ, ആ ഹദീസാണ് അതിനുള്ള തെളിവ്. ശേഷം സുമ്മ യുഗസ്സിലുഹു കദാലിക മറത്തൻ സാനിയതൻ വസാലിസ. അപ്പോൾ ഒരു തവണ നമ്മളിപ്പോൾ എന്ത് ചെയ്തു? മയ്യത്തിനെ പൂർണ്ണമായിട്ട് കുളിപ്പിച്ചു. ഒരു തവണ പൂർണ്ണമായിട്ട് കുളിപ്പിച്ചു. പിന്നെ 2ാമതും 3ാമതും ഒക്കെ അങ്ങനെ തന്നെ കുളിപ്പിക്കുക. തല നമ്മൾ പറഞ്ഞല്ലോ, ആദ്യം തലയിൽ നിന്നാണ് തുടങ്ങുന്നത്. തലയും താടിയാണ് കുളിപ്പിക്കുമ്പോൾ ആദ്യം കഴുകുന്നത്, പിന്നെ വലതുഭാഗം, പിന്നെ ഇടതുഭാഗം. ക്ലിയർ അല്ലേ? അപ്പോൾ ഒരു തവണ മയ്യത്തിനെ പൂർണ്ണമായിട്ട് കുളിപ്പിച്ചാൽ തന്നെ നിർബന്ധമായ ബാധ്യത തീർന്നു. ഒരു തവണ മയ്യത്തിൻ്റെ ശരീരത്തിലെ എല്ലാ ഭാഗത്തും വെള്ളം എത്തിക്കഴിഞ്ഞാൽ, പൂർണ്ണമായിട്ടും മയ്യത്ത് നനഞ്ഞു കഴിഞ്ഞാൽ, എന്തായി? ശുദ്ധിയായാൽ നിർബന്ധമായ ബാധ്യത കഴിഞ്ഞു. പിന്നെ 2ാമതും 3ാമതും ഒക്കെ കഴുകുക എന്നുള്ളത് ഏറ്റവും നല്ല കാര്യമാണ്. ആവശ്യമാണെങ്കിൽ എത്രയും ആകാം. ഇപ്പോൾ മയ്യത്ത് 3 തവണ നമ്മൾ കഴുകി, 3 തവണ പറ്റുള്ളൂ എന്നല്ല, 3 തവണ കഴുകി മയ്യത്ത് ശുദ്ധിയായിട്ടില്ല, മയ്യത്ത് ഇനിയും ശുദ്ധിയാകാൻ ബാക്കിയുണ്ടെങ്കിൽ 5, 7, 9 അങ്ങനെ എത്ര വേണമെങ്കിലും അധികരിപ്പിക്കാം. അധികരിപ്പിക്കുക എന്ത് ചെയ്യുക? ഒറ്റയാക്കി അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ഒറ്റയാക്കി അവസാനിപ്പിക്കലാണ് സുന്നത്ത്. ഉമ്മു അത്തിയ റളിയല്ലാഹു അൻഹയുടെ ഹദീസിൽ തന്നെ കാണാം, സൈനബ് റളിയല്ലാഹു അൻഹയെ കുളിപ്പിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഗ്സിൽനഹാ സലാസൻ, നിങ്ങൾ 3 തവണ കുളിപ്പിക്കുക. ഇനി 3 തവണ കുളിപ്പിച്ചു ശുദ്ധിയായിട്ടില്ലെങ്കിൽ ഔ ഖംസൻ, 5 തവണ കുളിപ്പിക്കുക. ഔ അക്സറ മിൻ ദാലിക ഇൻ റഅയ്തുന്ന ദാലിക, ഇനി 5 തവണ കുളിപ്പിച്ചിട്ടും മതിയായിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ അതിലധികവും ചെയ്യാം, എത്ര തവണയും ആകാം, ശുദ്ധിയാകുന്നവരെ കുളിപ്പിക്കാമെന്നതാണ്. എന്നാൽ ഒറ്റയിൽ അവസാനിപ്പിക്കുക എന്നതാണ് അഫ്ദലായിട്ടുള്ളത്. ഇനി ഒരു നിശ്ചിത എണ്ണമില്ല എന്ന് പറയാനുള്ള കാരണം, ഒരു തവണ തന്നെ കുളിപ്പിച്ചാൽ മതി, ആ നിർബന്ധമായ ബാധ്യത വീടുന്ന് പറയാനുള്ള കാരണം നേരത്തെ പറഞ്ഞ ആ ഇഹ്റാമിൽ മരിച്ച സ്വഹാബിയുടെ സംഭവമാണ്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് യഗ്സിലൂഹു ബിമാഇൻ വസിദർ, നിങ്ങൾ എന്ത് ചെയ്യുക? വെള്ളം കൊണ്ട് താളി കൊണ്ട് ആ മനുഷ്യനെ കുളിപ്പിക്കുക എന്ന് പറഞ്ഞല്ലോ. അവിടെ ഒരു നിശ്ചിത എണ്ണം അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടില്ല എന്നാണ്. അപ്പോൾ ഒരു തവണ കുളിപ്പിച്ചാൽ തന്നെ മതിയാകും എന്ന്, നിർബന്ധമായ ബാധ്യത വീടും എന്ന് ചുരുക്കം. വയുമിറു ഫീ കുല്ലി മറത്തിൻ യദഹു അലാ ബത്നിഹി, ഓരോ തവണ കുളിപ്പിക്കുമ്പോഴും മയ്യത്തിന്റെ വയറെന്ത് ചെയ്യുക? തടവി കൊടുക്കുക. ഇനി എന്തെങ്കിലും പോരാൻ ബാക്കിയുണ്ടെങ്കിൽ ആ വേസ്റ്റും കൂടി പുറത്തേക്ക് വരാനാണ് അത്. ഫഇൻ ഖറജ മിൻഹു ശൈഉൻ ഗസലഹു, അങ്ങനെ കുളിപ്പിക്കുന്നതിനിടയിൽ എന്ത് ചെയ്തു? വീണ്ടും വീണ്ടും തടവുമ്പോൾ എന്തെങ്കിലുമൊക്കെ പുറത്തേക്ക് വന്നാൽ ആ വന്ന വേസ്റ്റ് എന്ത് ചെയ്യുക? ശുദ്ധിയാക്കി കൊടുക്കുക. അതുപോലെ തന്നെ മയ്യത്തിന്റെ സ്വകാര്യ ഭാഗവും വൃത്തിയാക്കി കൊടുക്കുക. ഇവിടൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, മയ്യത്തിന്റെ ഔറത്ത് ഒരു നിലക്കും കാണാത്ത വിധമാണ് ഇതൊക്കെ ചെയ്യേണ്ടത്.
ഈ കുളിപ്പിക്കുമ്പോഴൊക്കെ അതുപോലെ തന്നെ വയറ് തടവി കൊടുത്ത് സ്വകാര്യ ഭാഗങ്ങൾ വൃത്തിയാക്കുമ്പോഴൊക്കെ മയ്യത്തിന്റെ ഔറത്ത് കാണുന്നില്ല, നമ്മുടെ കൈ കൊണ്ട് നഗ്നമായ കരങ്ങൾ കൊണ്ട് മയ്യത്തിന്റെ ഔറത്ത് സ്പർശിക്കുന്നില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. വസദ്ദൽ മഹല്ല ബിഖുത്നിൻ ഔ നഹ്വിഹി. പിന്നെ ഇങ്ങനെയൊക്കെ ശുദ്ധിയാക്കിയതിന് ശേഷം ഇനി വേറൊന്നും പുറത്തു വരാതിരിക്കാൻ വേണ്ടി, അത് കുളിപ്പിച്ച് കഴിഞ്ഞിട്ടും പിന്നെ മയ്യത്തിന്റെ വയറ്റിൽ നിന്ന് വേസ്റ്റും കാര്യങ്ങളൊന്നും പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഒരു പഞ്ഞിയോ കോട്ടണൊക്കെ വെച്ചിട്ട് മാലിന്യം പുറത്തു വരുന്ന ആ ഭാഗം അടച്ചു വെക്കുക എന്നാണ്. ഫഇല്ലം യസ്തംസിക് ഫബിതീനിൻ ഹുർരിൻ. ഇനി കോട്ടൺ വെച്ചിട്ട് നിൽക്കുന്നില്ല എങ്കിൽ ഷെയ്ഖ് പറയാണ് ബിത്തീനിൻ, അതായത് ഒരു തരത്തിലുള്ള കളിമണ്ണാണ് ഈ തീൻ എന്ന് പറഞ്ഞാൽ. അത് നല്ല കട്ടിയുള്ളതാണ്. അത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തില്ല, പിന്നെ രക്തോ കാര്യങ്ങളൊന്നും പുറത്തേക്ക് വരൂല. ഇന്നിപ്പോൾ നമുക്ക് ആധുനികമായിട്ടുള്ള വൈദ്യശാസ്ത്രത്തിൻ്റെ സംഗതികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, പ്ലാസ്റ്റർ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. കർപ്പൂരത്തിന് പ്രത്യേകത ഉണ്ട്, വരുന്നുണ്ട്. കടലിലെ വെള്ളം, അതുപോലെ തന്നെ സംസം വെള്ളം, മഴവെള്ളം, ചുടുവെള്ളം, അതിനൊന്നും എന്തില്ല, ഒരു പ്രത്യേകതയില്ല. ഏതു വെള്ളം ഉപയോഗിക്കാം. പച്ചവെള്ളം കൊണ്ട് തന്നെ ചെയ്യുക, മയ്യത്തിനെ കുളിപ്പിക്കാം, അതിലൊന്നും തെറ്റില്ല. ഈ കർപ്പൂരം എന്നുള്ളത് പ്രത്യേകം ഹദീസിൽ വന്നൊരു സംഗതിയാണ്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ സൈനബ് റളിയല്ലാഹു അൻഹയുടെ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ ഉമ്മു അതിയ റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വജഅൽന ഫിൽ ആഖിറതി കാഫൂറ ഔ ഷൈഅൻ മിൻ കാഫൂർ. കാഫൂർ എന്ന് പറഞ്ഞാൽ കർപ്പൂരം. അപ്പോൾ അവസാനത്തെ വെള്ളത്തിലാണ് ചേർക്കേണ്ടത്. അതായത് ഇപ്പോൾ 3 തവണയാണ് മയ്യത്തിനെ കുളിപ്പിക്കുന്നതെങ്കിൽ 3ാമത് മയ്യത്തിനെ കുളിപ്പിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, ആ 3ാമത്തെ വെള്ളത്തിലാണ് കർപ്പൂരം വേണ്ടത്. 5 തവണയാണ് കുളിപ്പിക്കുന്നതെങ്കിൽ ആ 5ാമത് മയ്യത്തിന് ഒഴിച്ചു കൊടുക്കുന്ന വെള്ളത്തിലാണ് എന്ത് വേണ്ടത്, ഈ കർപ്പൂരം കലർത്തേണ്ടത്. ഈ കർപ്പൂരം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കയ്യിൽ വെച്ച് പൊടിച്ചാൽ തന്നെ എന്ത് ചെയ്യും, പൊടിയും. അപ്പം അത് മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ തന്നെ, തുടങ്ങുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, അത് പൊടിച്ചിട്ട് ഒരു ബക്കറ്റിൽ വെള്ളത്തിൽ വെച്ചാൽ അതൊന്നുകൂടി ഒന്ന് ലയിച്ച് അതിൻ്റെ കൂടെ ചേരും, വെള്ളത്തിന് കൂടെ ചേരും. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുക, അവസാനത്തെ തവണ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ കർപ്പൂരം കൂട്ടിയ വെള്ളം കൂടി കൂട്ടി ഒഴിക്കുക എന്നുള്ളതാണ്. ഒന്നത് സുഗന്ധമാണ്. ഈ കർപ്പൂരം എന്നുള്ളത് സുഗന്ധമാണ്. അതുപോലെ തന്നെ ഈ പ്രാണികളും ഇതൊക്കെ മയ്യത്തിൻ്റെ ശരീരത്തിൽ വന്ന് ഇരിക്കാതിരിക്കാനൊക്കെ ഉള്ള ഒരു മാർഗമാണ് ഈ കർപ്പൂരമുള്ള വെള്ളം ഉപയോഗിച്ച് അവസാനത്തെ കുളിപ്പിക്കലാക്കുക എന്നുള്ളത്. മുറിയോന്നുള്ള വുളു ചെയ്ത് കൊടുക്കണമെന്നുള്ള, അവിടെ ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞവരുണ്ട്. എന്നാൽ വുളു ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതായത് നമ്മൾ വുളു ഒക്കെ എടുത്തു മയ്യത്തിനെ കുളിപ്പിച്ചതിനിടയിലാണ് എന്ത് ചെയ്തത്, ആദ്യം ഒന്ന് വയറൊക്കെ തടവിയിട്ടാണ് നമ്മൾ വുളു ചെയ്ത് കൊടുത്തത്. പിന്നെ കുളിപ്പിക്കുന്നതിനിടെ വീണ്ടും നമ്മൾ വയറ് തടവി കൊടുത്തു. അങ്ങനെ വയറ് തടവി കൊടുക്കുന്നതിനിടെ എന്ത് ചെയ്തു, വീണ്ടും വേസ്റ്റ് പുറത്തേക്ക് വന്നു. പുറത്തേക്ക് വന്നാൽ എന്ത് ചെയ്യുക, ആ വേസ്റ്റ് നിർബന്ധമായിട്ടും ക്ലീൻ ആക്കണം. അതുപോലെ തന്നെ മയ്യത്തിന് സ്വകാര്യ ഭാഗം കഴുകി കൊടുക്കണം. എന്നാൽ വീണ്ടും വുളു എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, എടുത്തു കൊടുക്കേണ്ട ആവശ്യമില്ല. ആദ്യം എടുത്ത ആ വുളു തന്നെ മതിയാകുന്നുള്ളത്. ഇനിയിപ്പോൾ മയ്യത്ത് പൂർണ്ണമായിട്ട് കുളിപ്പിച്ചതിന് ശേഷം ഇങ്ങനെ വന്നാലും ഇത് തന്നെയാണ്, വീണ്ടും കുളിപ്പിക്കേണ്ട ആവശ്യമില്ല. ശേഷം ഷെയ്ഖ് പറയാണ്, സുമ്മ യുനശ്ശിഫുഹു ബിസൗബിൻ. അങ്ങനെ മയ്യത്ത് കുളിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു തുണി കൊണ്ട് എന്ത് ചെയ്യുക, ആ മയ്യത്തിനെ തോർത്തി കൊടുക്കുക. അല്ലേ, നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ കുളിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ കുളിയുടെ ഒരു പരിപൂർണ്ണത നിലക്ക് ശരീരമൊക്കെ തോർത്തുമല്ലോ. അപ്പോൾ ആ നിലക്ക് മയ്യത്തിനെയും തോർത്തി കൊടുക്കുക. ഈ തോർത്തിയിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ മയ്യത്തിനെ കിടത്തുന്ന കഫൻ ഇതൊക്കെ നനയും. അപ്പോൾ അതൊക്കെ ഇടങ്ങറാണ്. അപ്പോൾ അതില്ലാതിരിക്കാൻ ആ മയ്യത്തിന് തോർത്തി കൊടുക്കുക. ശേഷം സുഗന്ധം പുരട്ടുക. മഗാബിൻ എന്ന് പറഞ്ഞാൽ ഈ ദുർഗന്ധമൊക്കെ സാധാരണ ഉണ്ടാകുന്ന സ്ഥലങ്ങൾ, ഇപ്പോൾ നമ്മുടെ കക്ഷം, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ മടക്കുകൾ, സാധാരണ വിയർപ്പും ദുർഗന്ധമൊക്കെ ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ സുഗന്ധം പുരട്ടി കൊടുക്കുക. വ മവാദിഇ സുജൂദിഹി, അതുപോലെ തന്നെ സുജൂദിൻ്റെ അവയവങ്ങളിൽ എന്ത് ചെയ്യുക, സുഗന്ധം പുരട്ടി കൊടുക്കുക എന്നുള്ളതാണ്. അതൊരു ആദരവ് നിലക്ക, സുജൂദിൻ്റെ അവയവങ്ങൾക്കുള്ളൊരു ആദരവ് എന്ന നിലക്കാണ്. ഏതൊക്കെയാണ് സുജൂദിൻ്റെ അവയവങ്ങൾ? എത്ര അവയവങ്ങളാണ്?
എത്ര അവയവങ്ങളാ? എന്താണ് നമ്മൾ സുജൂദ് ചെയ്യുമ്പോൾ എത്ര അവയവങ്ങൾ നിലത്ത് കുത്തലുണ്ട്? 7 അവയവങ്ങളാണ് അല്ലേ? ഒന്ന് നെറ്റിയും മൂക്കും. നെറ്റിയും മൂക്കും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നായിട്ടാണ് എണ്ണിയത്. പിന്നെ 2 കൈപ്പത്തികൾ, പിന്നെ 2 കാൽമുട്ടുകൾ, അതുപോലെ തന്നെ 2 കാൽവിരലുകളുടെ അറ്റം. 7 അവയവങ്ങൾ. അപ്പോൾ 7 അവയവങ്ങളിൽ പ്രത്യേകം സുഗന്ധം പുരട്ടുക എന്നാണ് ഷെയ്ഖ് പറയുന്നത്. സുഗന്ധം പുരട്ടാം മയ്യത്ത് എന്നുള്ള നിലക്ക്. വഇൻ ത്വയ്യിബഹു കുല്ലഹു കാന ഹസന. ഇനി മയ്യത്തിന്റെ ശരീരത്തിൽ പൂർണ്ണമായിട്ട് എല്ലായിടത്തും എന്ത് ചെയ്തു? സുഗന്ധം പുരട്ടിയെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമാണ്. അപ്പോൾ സ്വഹാബിമാരൊക്കെ എന്ത് ചെയ്തിരുന്നു? അങ്ങനെ മയ്യത്തിന്റെ ശരീരം പൂർണ്ണമായിട്ടും സുഗന്ധം പുരട്ടിയിരുന്നു എന്നുള്ളതാണ്. അനസ് റളിയല്ലാഹു അൻഹുവും അതുപോലെ തന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നൊക്കെ അങ്ങനത്തെ സംഗതികൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് സ്വഹാബിമാരുടെ ഒരു രീതിയായിരുന്നു. ഈ സ്ത്രീകളുടേത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി നോക്കിയിട്ട് വിശദമായിട്ട് പറഞ്ഞുതരാം മയ്യത്തിന്റെ കാര്യം. വയുജമ്മിറു അക്ഫാനഹു ബിൽ ബഖൂർ. പിന്നെ മയ്യത്തിനുള്ള കഫൻ, ആ കഫൻ എന്ത് ചെയ്യുക? പുകക്കുക, സുഗന്ധം കൊണ്ട് പുകക്കുക എന്നത് സുന്നത്താൻ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ജമ്മർതുമുൽ മയ്യിത ഫഔതിറു. നിങ്ങൾ അങ്ങനെ മയ്യത്തിന്റെ കഫൻ അത് പുകക്കുകയാണെങ്കിൽ, സുഗന്ധം കൊണ്ട് പുകക്കുകയാണെങ്കിൽ 3 തവണ പുകക്കുക എന്നുള്ളതാണ്. ബഖൂർ എന്ന് പറഞ്ഞാൽ നമ്മളവിടെയൊക്കെ പുകക്കുന്ന ആ സാധനം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് പുകക്കുക എന്നുള്ളതാണ്. അത് ഒറ്റയിൽ അവസാനിപ്പിക്കുക എന്നതാണ് സുന്നത്ത്. ഇൻഷാ അല്ലാഹ് കഫനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, തക്ഫീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വിശദമായിട്ട് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ പറയാം. വഇൻ കാന ശാരിബുഹു ഔ അദ്ഫാറുഹു തവീലതൻ. ഇനി മയ്യത്തിന്റെ നഖം, അതുപോലെ തന്നെ മയ്യത്തിന്റെ മീശ, ഇതൊക്കെ വല്ലാതെ വളർന്നിട്ടുണ്ട് എങ്കിൽ അത് എടുക്കാം. വഇൻ തറക ദാലിക ഫലാ ഹറജ്. ഇനി അത് എടുത്തിട്ടില്ല എങ്കിലും എന്തില്ല, പ്രശ്നമില്ല. ഇപ്പോൾ മയ്യത്തിന്റെ മീശ ഒരുപാട് കാലം കിടന്നൊരു രോഗിയാണ്, മാസങ്ങളോളം സുഖമില്ലാതെ കിടന്ന ഒരു രോഗിയാണ്. അപ്പോൾ അയാളുടെ നഖമൊക്കെ വല്ലാതെ വളർന്നിട്ടുണ്ട്, ആരും അത് വെട്ടിക്കൊടുത്തിട്ടൊന്നുമില്ല. അതുപോലെ തന്നെ മീശയൊക്കെ വല്ലാതെ വളർന്നിട്ടുണ്ട്. അങ്ങനെ ഒരു അഭംഗി തോന്നുന്നുണ്ട് എങ്കിൽ എന്ത് ചെയ്യാം? ആ മീശ എടുക്കാൻ പോകുമ്പോൾ തന്നെ നഖം വെട്ടിക്കൊടുക്കുകയൊക്കെ ചെയ്യാം. ഇനി നഖം വെട്ടിയിട്ടില്ലെങ്കിൽ മീശ എടുത്തിട്ടില്ലെങ്കിൽ എന്തില്ല, പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. അങ്ങനെ എടുക്കണമെന്ന് പ്രത്യേകം തെളിവും കാര്യങ്ങളൊന്നും ആ വിഷയത്തിൽ വന്നിട്ടില്ല. എന്നാൽ അങ്ങനെ ഒരു വൃത്തികേടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കുകയും ചെയ്യാം. വലാ യുസർരിഹു ഷഅറഹു. ഇനി മയ്യത്തിന്റെ തലമുടിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കെട്ടിക്കുടുങ്ങി കിടക്കുകയാണെങ്കിൽ അത് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇങ്ങനെ പറിച്ചെടുത്ത് ആ മുടി ഇങ്ങോട്ട് വരുന്ന അവസ്ഥ ഇല്ലാതിരിക്കുക. വലാ യഹ്ലികു ആനതഹു. അതുപോലെ തന്നെ സ്വകാര്യ ഭാഗത്ത് ഗുഹ്യരോമം വളർന്നിട്ടുണ്ട് എങ്കിൽ അത് ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല, അത് ഷേവ് ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങോട്ടൊന്നും പോകണ്ട. വലാ യഖ്തിനു. അതുപോലെ തന്നെ മയ്യത്തിന് ഖിതാൻ ചെയ്തിട്ടില്ല, സുന്നത്ത് കല്യാണം കഴിഞ്ഞിട്ടില്ല മയ്യത്തിന്റെ, അതെന്ത് ചെയ്യണ്ടില്ല, മരിച്ചതിന് ശേഷം പിന്നെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, സുന്നത്ത് കല്യാണം കഴിക്കേണ്ട ആവശ്യം ഇല്ല. അലി അദ്മി ദലീൽ അലാ ദാലിക്. കാരണം ഈ പറഞ്ഞ സംഗതികൾക്കൊന്നും എന്തില്ല, തെളിവില്ല. അതുകൊണ്ട് അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അതൊക്കെ ഒഴിവാക്കുകയാണ് വേണ്ടത്. എന്നാൽ പുറത്തേക്ക് കാണുന്ന നിലക്ക് മീശയോ അതുപോലെ തന്നെ നഖമോ അതൊക്കെ പുറത്തേക്ക് കാണുന്ന, ബാക്കികളും പുറത്തേക്ക് കാണുന്നതല്ല, പുറത്തേക്ക് കാണുന്ന നിലക്ക് ഈ പറഞ്ഞതൊക്കെ വളർന്നിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ എടുത്തു കൊടുക്കാം. ഇനി എടുത്തു കൊടുത്തിട്ടില്ല എങ്കിൽ അത് പ്രശ്നമൊന്നുമില്ല. വൽമർഅതു യുദ്ഫറു ശഅറുഹാ സലാസ ഖുറൂനിൻ വയുസ്ദലു മിൻ വറാഇഹാ. ഇനി ഒരു പെണ്ണിന്റെ മയ്യത്താണെങ്കിൽ അവളുടെ മുടി 3 ഭാഗങ്ങളാക്കി മുടയണമെന്നാണ്. 3 ഭാഗങ്ങളാക്കി മുടഞ്ഞിട്ട് അത് പിന്നിലേക്ക് ഇടുക. അതായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൈനബ് റളിയല്ലാഹു അൻഹയുടെയൊക്കെ മയ്യത്ത് കുളിപ്പിക്കുന്ന സ്ത്രീകളോട് പ്രത്യേകമായിട്ട് പറഞ്ഞ സംഗതി. അത് പെണ്ണുങ്ങൾക്കുള്ളതാണ്, പുരുഷന്മാരുടെ മുടി അങ്ങനെ 3ആയിട്ട് മുടയുന്ന രീതിയില്ല. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഷെയ്ഖ് ഇവിടെ മയ്യത്ത് കുളിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ രൂപവും കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇനിയിവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ മസാലകളുണ്ട്, മയ്യത്ത് കുളിപ്പിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട കുറേ സംഗതികൾ. ഇപ്പോൾ നേരത്തെ ചോദിച്ച പോലെ ചുടുവെള്ളം, സംസം വെള്ളം, അതുപോലെ തന്നെ ആർക്കൊക്കെ ആരുടെയൊക്കെ മയ്യത്ത് കുളിപ്പിക്കാൻ പറ്റും, അതുപോലെ തന്നെ മയ്യത്ത് കുളിപ്പിച്ചാൽ വുളു മുറിയുമോ, ഇങ്ങനത്തെ കുറേ സംഗതികൾ ഇൻഷാ അല്ലാഹ് വരുന്ന ക്ലാസ്സിൽ പ്രത്യേക മസാലകളായിട്ട് തന്നെ നമുക്ക് പഠിക്കാമെന്നാണ് വിചാരിക്കുന്നത്.
ഇന്ന് പറഞ്ഞ സംഗതികളിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? മയ്യിത്ത് കുളിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ രൂപങ്ങളിലോ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ആ എടുത്ത് കളയണമെന്നോ? എടുത്ത് കളയാൻ നിർബന്ധമൊന്നുമില്ല. എടുത്തിട്ടില്ലെങ്കിൽ പ്രത്യേകിച്ച് മയ്യിത്തിന് പ്രശ്നമൊന്നുമില്ലെങ്കിൽ എടുക്കേണ്ട ആവശ്യമില്ല. എങ്ങനെ? വുളു ചെയ്യുന്ന സമയത്ത് മയ്യിത്തിന് വുളു എടുത്ത് കൊടുക്കുമ്പോൾ വായ ക്ലീൻ ആക്കുമ്പോൾ നമ്മളെ കയ്യിൽ എന്ത് ചെയ്യുക, ഒരു തുണി ചുറ്റിയിട്ട് പല്ല് അതുപോലെ തന്നെ വായൊക്കെ ശുദ്ധിയാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അവിടെ മയ്യിത്തിന് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, മതമതത്തില്ല. വെള്ളം ഉള്ളിലേക്ക് കൊടുത്താൽ പിന്നെ മയ്യിത്തിന് തുപ്പാൻ കഴിയില്ല, പിന്നെ വയറ്റിലേക്ക് ഇറങ്ങി പോവുകയാണ് ചെയ്യുക. അപ്പം അത് വേണ്ടതില്ല. അതുപോലെ തന്നെ മൂക്കിലേക്ക് വെള്ളം കയറ്റേണ്ട ആവശ്യമില്ല. നമ്മൾ വിരൽ എന്ന് പറഞ്ഞാൽ തുണി എന്തെങ്കിലുമൊക്കെ ചുറ്റിയിട്ട് മൂക്കും അതുപോലെ തന്നെ വായൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഈ ഒരു രൂപമാണ് വീണ്ടും വലത് വീണ്ടും ഇടത് വീണ്ടും വലത് വീണ്ടും ഇടത് എന്നുള്ള. മൊത്തത്തിൽ വെള്ളം ഒഴിച്ചിട്ട് കുളിയാവാത്ത പ്രശ്നമൊന്നുമില്ല. ഇത് സുന്നത്ത് എന്ന നിലക്ക് നമ്മൾ പറഞ്ഞൊരു സംഗതിയാണ്. ഇനി ഒരാൾ മൊത്തത്തിൽ എന്ത് ചെയ്തു, വെള്ളം ഒഴിച്ചു, വലതുഭാഗം ഇടതുഭാഗം ഒന്നും മൂപ്പര് കണക്കാക്കിയിട്ടില്ല. മൂപ്പര് അറിയുന്ന പോലെ എന്ത് ചെയ്തു, ചെയ്തതാണ്. അപ്പൊ മൊത്തത്തിൽ വെള്ളം ഒഴിച്ചിട്ടാണ് മയ്യത്തിനെ കുളിപ്പിച്ചു. മയ്യത്തിന്റെ എല്ലാ ഭാഗവും നനഞ്ഞിട്ടുണ്ട്, എല്ലാ ഭാഗവും ശുദ്ധിയായിട്ടുണ്ട്. നിർബന്ധമായി ബാധ്യത വീടി. അല്ല, അങ്ങനെ വലത് ഇടത് എന്നുള്ള നിലക്ക് തന്നെ ചെയ്യാന്നുള്ള. വേറെ ഒന്നുമില്ലെങ്കിൽ നമുക്ക് തൽക്കാലം എന്ത് ചെയ്യാം? അതെ, നനഞ്ഞു. അത് അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മയ്യത്തിന്റെ ഔറത്ത് മറക്കുന്ന തുണി എന്ത് ചെയ്യണം, കട്ടിയുള്ള തുണിയായിരിക്കണം. ഒരു ടർക്കിയോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ലത്. അതല്ലാതെ നേർത്ത തോർത്തും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ശരീരം നനഞ്ഞാൽ എന്തായി, ഔറത്ത് പുറത്ത് കാണും. അപ്പൊ അതില്ലാതിരിക്കാൻ എന്ത് ചെയ്യുക, പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ കുളിപ്പിച്ച് കഴിഞ്ഞാലും ആ തുണി എന്ത് ചെയ്യുക, മാറ്റുക. അത് മാറ്റുമ്പോൾ എന്ത് ചെയ്യുക, വലിയൊരു നീളത്തിലുള്ള തുണിയോ പുതപ്പൊക്കെ മുകളിൽ വെച്ചിട്ട് ഔറത്ത് കാണാത്ത വിധമാണ് എന്ത് ചെയ്യേണ്ടത്, ആ തുണി നീക്കേണ്ടത്. തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാം അല്ലേ? ഇൻഷാ അല്ലാഹ് ഖൈർ. ബാക്കി മയ്യിത്ത് കുളിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട മസ്അലകൾ ഇൻഷാ അല്ലാഹ് വരുന്ന ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, സൂചിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അള്ളാഹു ഉപകാരപ്രദമായ അറിവ് നമുക്ക് എല്ലാവർക്കും വർദ്ധിപ്പിച്ചു തരട്ടെ. ഈ ഒരു കൂടിയിരുത്തത്തിന് അള്ളാഹു ഏറ്റവും നല്ല പ്രതിഫലം നൽകട്ടെ. നമ്മളെല്ലാവരെയും അള്ളാഹു അവൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. നമ്മുടെ വീഴ്ചകൾ അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.